ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഴംപൊരി കഴിക്കാൻ വേണ്ടി തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ആ യാത്ര നമ്മൾ കുറേ ഒക്കെ സഞ്ചരിച്ചു, പക്ഷേ എങ്ങും എത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ഇന്നങ്ങ് തുടങ്ങാണ്. ഇന്ന് നമ്മൾ എന്തായാലും പഴംപൊരി കഴിക്കും. പിന്നെ വേറെ സാധനമുണ്ട്, അതും ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉഷാറ് കുറവുണ്ട് എല്ലാവർക്കും. വേണ്ട, റെഡിയാണ്. ബാബേ റെഡിയാണോ? ഓക്കെ അല്ലേ? പോവാ. എങ്ങടാ കൊണ്ടേ? പഴംപൊരി കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പഴംപൊരി തേടിയുള്ള യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡ്. ഒരു ചെറിയ സ്നാക്സും ചായ പൊടിയൊക്കെ കഴിഞ്ഞ് നേരം ഇപ്പൊ സമയം എത്രയുണ്ടാവും? സമയം 7:30. കാലത്ത് 7:30 മണിയായി. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ വിടാണ്. ഇപ്പൊ നമ്മൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പുക്കാട്ടുപടി കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞു. അപ്പൊ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങടാന്നൊന്നും പറയുന്നില്ല. നമുക്കറിയില്ല എങ്ങടാന്ന്. എനിക്കറിയാം. നിനക്കറിയോ? പഴംപൊരി കഴിക്കാൻ. അതൊന്നും അറിയാം. ഇല്ല, പഴംപൊരി പഴംപൊരി എവിടെന്നാ കഴിക്കണമെന്ന് അറിയോ? സ്ഥലത്തിന്റെ പേരെന്താ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഫ്രണ്ട്സിനോട് സമയം കിട്ടണ്ടേ? അതൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വേണ്ടേ? ഓ വേണം. എപ്പോഴും ഫ്രണ്ട്സ് നല്ലതല്ലോ. ഇനി 2 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആ ഫ്രണ്ട്സുകളൊക്കെ എല്ലാരും പല വഴിക്ക് പോകും. പിന്നെ വയസ്സാകുമ്പോഴായിരിക്കും ഒരുമിച്ചാണ്. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം, കുട്ടികളായി, പിന്നെ അവിടെ ഞങ്ങൾക്കില്ലാത്ത ഇവനെ കണ്ട ഞങ്ങൾക്കില്ലാത്ത ധൃതിയാണ് ഇവന് നേരത്തെ കെട്ടണം പോലും. ഞങ്ങളിവിടെ തീരുമാനിച്ചു ഇവന്റെ കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടണോ. അപ്പൊ നമ്മൾ ഇന്ന് കാലത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാണിയേലി പോരുന്നുള്ള സ്ഥലമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് പണിയേലി ഒരു വഴി വരണം എന്ന് ആലോചിച്ചു. 4 മണിക്ക് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം വരുമ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ പണിയേലി പോരിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറാൻ പോകണം. ആര് തല്ലുപിടിക്കുന്നത്? ഞാൻ നീർന്നാണ്. അപ്പൊ ഞങ്ങള് തല്ലുപിടിച്ചാണ്. വാവേ, ആര് തല്ലുപിടിച്ച അവിടെ? ചൂറില് ഡിക്കിയിലുണ്ട് കേട്ടോ, പറഞ്ഞാൽ മതി. ആരും തല്ലുപിടിക്കാണെങ്കിൽ വാപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പറഞ്ഞാൽ മതി. പിന്നെ ചോറിലില്ലെങ്കിൽ ഇത് ഊരിയിട്ട് അടിക്കല്ലോ. ഇത് ഈ സാധനം ഊരും. ഇത് ഊരാന്നുള്ളൂ. ഇത് ചുമ്മാ ഇങ്ങനെ ഊരിയെടുക്കാന്നുള്ളൂ. ഇന്നലെ രണ്ട് വാക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന്റെ അഹങ്കാരം. ഫീസ് കൊടുക്കണതിൽ ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടായി. നിനക്കറിയോ? നീ ഇംഗ്ലീഷിൽ പറയോ? ഇവിടെ എത്ര ഇംഗ്ലീഷിൽ പറയാ? എത്ര സബ്ജക്ട് ഫെയിൽ ആയി? എത്ര പ്രാവശ്യം റീടെസ്റ്റ് ചെയ്ത്? അയ്യോ, 2 കൊല്ലം. ഇവ 10-ലാവണ്ടാ. ഇവ 10-ലാവണ്ടതാ. പാച്ചുവിന് വേണ്ടിട്ട് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. ഇവ 2 കൊല്ലം അവിടെ ഇരിക്കണം. ഇവന് പഠിക്കാൻ എല്ലാം തീരുമാനിക്കണം. ഞാനാ തീരുമാനിക്കണം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? എടാ, ജയിച്ച് കാണിക്കടാ. ഈ പ്രാവശ്യം 100-ൽ 100 മാർക്ക് മേടിച്ച് 100-ല് 10 മേടിക്കാൻ നോക്കാം. കാണിച്ചു കൊടുക്കണോട്ടാ. എന്നെ മഴ പെയ്യപ്പ കാണിച്ചു കൊടുക്കൂലേ? കണ്ട, ഉറപ്പില്ല ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് പാസ്സാവും. അപ്പോഴും 100-ല് 100 മേടിക്കില്ല. പിന്നെ 80 മാർക്കില് 100. പിന്നെ 79 മേടിച്ച് ഞാൻ തല മൊട്ടടിക്കും. നമുക്ക് മുട്ട അടിപ്പിക്കാം. 79 മാർക്ക് മേടിച്ച് ഞാൻ തല മൊട്ടടിക്കും. വീഡിയോ ആക്കി ഞാൻ ഇടും. മേടിക്കാല്ലേ? പഠിച്ച് മേടിക്കണോട്ടെ പ്രാവശ്യം. അന്ന് ഇവിടെ ലോകാവസാനം ഉണ്ടാവും. 25 അടുത്ത എക്സാം മാർക്ക്. അങ്ങനെയെങ്കിലും മാർക്ക് മേടിക്കും നോക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ കയറാനായിട്ടുള്ള ഫീസ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കൂടി ഒരു 350 രൂപ. 7 പേര്, 6 അഡൽട്ടും ഒരു കുഞ്ഞാവേ. അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. കാടിന്റെ ഉള്ളിലാണ് സംഭവം, ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നമ്മള് മുമ്പ് വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ 6-ൽ നിൽക്കുമ്പോഴാണ് വന്നത്. 6-7 കൊല്ലത്തിന് ശേഷം പിന്നെയും വന്നേക്കണം. മാറ്റം ഉണ്ടോ ഇല്ലാന്നൊന്നും അറിയത്തില്ല. മാറ്റമുണ്ട്. മരങ്ങളൊക്കെ വളർന്ന് വലുതായി. ഞാൻ ടിക്കറ്റ് വെച്ചപ്പോ കിഡ്സിനാണ് അഡൽട്ടിനാണെന്ന് വെച്ചപ്പോ 1 വർഷത്തെ വ്യത്യാസം. എനിക്ക് 10-ലാന്ന് പറഞ്ഞിട്ട് ചോദിക്കണ 12 വയസ്സ് കഴിഞ്ഞു. വയസ്സൊക്കെ നോക്കി. എന്റെ വയസ്സ് തന്നെ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെയാണ് ഇവര്
ഇതിന്റെ പേരാണ് ചാനകം കൗഡങ് കൗ പുപ്പി. കൗ പുപ്പിയോ പൂക്കി ഇത് പൂക്കി യാ ഇച്ചി നീച്ച. കുസൃതികള് പല വിധത്തിൽ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു മരത്തിനെ വടോട്ട് പിടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. ഇതാ കാണുന്ന കാഴ്ച. രസമായില്ലേ? ഒരു കുടുംബം മുഴുവൻ വട്ടം പിടിച്ച് എത്താത്ത അത്രയും വലിയ മരം നിങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അച്ഛനും പുണ്യസിനെ മുഖ്യമല്ല 50 എടുക്കാം. 50 എന്തെടുക്കാൻ? സ്വത്തിന്റെ പകുതി എടുക്കാനാ? വാനൊക്കെ പട്ടിക്കിട്ട് കൊടുക്കാം. നമ്മ രണ്ടും മാത്രം പറയണില്ല, നമുക്ക് രണ്ടുക്ക് മാത്രം സെറ്റ് അടിക്കാം. പാതി സ്വത്തെടുക്കാൻ വേണ്ടി ഇതുങ്ങളൊക്കെ മുക്കിക്കൊല്ല. 2 ബെഡും ഒരു കോട്ടും പിന്നെ 2 ടേബിളും. ചായയാണോ അവിടെ? ഡ്യൂട്ടിയാ? അങ്ങോട്ട് നടക്കാൻ പോകാമല്ലോ എൻ്റെലേക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കൂടി കിട്ടി. എന്താ വെച്ചാൽ ലാസ്റ്റ് എൻഡിൽ കുളിക്കാൻ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ ഗൈഡൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കുറുക്കൊരു പാലമുണ്ട്, അതെടുത്ത് മാറ്റി വെച്ചേക്കാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഈ മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറും ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവരത് മാറ്റി വെച്ചേക്കാണ്. ഡിസംബർ എൻഡ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും അത് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ് പാലമൊക്കെ എടുത്ത് വെച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ആർക്കടാ? നീ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചില്ല, എനിക്കത് അല്ലല്ല എനിക്കതൊന്നും വേണ്ട. ഇവൻ പറയണ കുറെ നേരം പറയണേ പാച്ചക്കരി. ഇപ്പൊ പറയാ ഞങ്ങള് 3 പേരും കൂടി ഒന്നിച്ചേക്കിട്ട് പാച്ചക്കരി മുക്കിക്കൊല്ലാം കൊറേ ടൈം പറഞ്ഞോണ്ടിരിക്കണ്. ഇപ്പൊ അങ്ങനെ ഞങ്ങളെ മുക്കിപ്പാറും ഇവനെ മുക്കിക്കൊല്ലാം. ആരെ മുക്കിക്കൊന്നാലും എനിക്കടാ നഷ്ടം. ആർക്ക് വിൽക്കാൻ? ആർക്ക് വിൽക്കാനാ? അങ്ങനെ വിൽക്കാൻ പറ്റൂടാ. നമുക്ക് അവരെ വിൽക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, പഠിപ്പിച്ചിട്ട് ഇതിലൊരു അല്ല നീ പഠിച്ച് ജയിച്ചോളൂല്ലേ? നിന്റെ അല്ലേ പിള്ളേ? അതെ അതെ ആഗ്രഹം അല്ലേ? തീർക്കണമെന്നല്ല എന്താ ഇങ്ങോട്ട് വരെ. പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരടാ. പിന്നെ ഇവിടെ പോരെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ വെള്ളങ്ങളുടെ വാറാണ് ഇതവിടെ നടക്കുമ്പോൾ. അത് ഈ പാണിയേലി പോര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളങ്ങളുടെ പോര് നടക്കുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറുമ്പോൾ വിശദമായിട്ട് കാണാം. വെള്ളം കണ്ടാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഭ്രാന്താണ്. പോണ കണ്ട ഒരു മിനിറ്റ് ഇട്ടാ, ഒരു സാധനം കാണിച്ചു തരാവേ. വെള്ളത്തിൽ കൂടെ പോണ കാണിച്ചു തരാം. ഡാടാ അധികം അങ്ങോട്ട് പോകണ്ട, വലിയ സീനൊന്നും വേണ്ട. വാവനങ്ങോട്ട് കൊണ്ടുപോണ്ട, വാവനോട് കൊണ്ടുപോണ്ട. തെന്നൂടാ തെന്നും. ഡാടാ അവിടെ കിടന്ന് തെല്ലുണ്ടാക്കില്ലേ? വീട്ടില് ചുമ്മാരിക്ക് എന്നുണ്ടാ? നീ മോൻ കഴിയാ? ആറാമ്പറപ്പിന് കൈകാലം വെച്ചവരാണ് നമ്മള്. അപ്പൊ നീ പറഞ്ഞ വേറെ എല്ലാവരും ആണെങ്കിൽ ഊരറിഞ്ഞ നീ നിന്നെ തന്നെ പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗങ്ങൾ. അപ്പൊ നമുക്ക് വെറുതെ ഈ സംഭവമൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് കണ്ടേക്കാം ചുമ്മാ രസത്തിന്. ഡാഡീജി അവിടെ വേറെ വീഡിയോ എടുക്കണം. പുള്ളിക്ക് ഒരു ചാനലുണ്ട്, മെഡിറ്റേഷൻ കണ്ടൻ്റൊക്കെ ഇടാറുണ്ട്. ഷൂവൊക്കെ ഊരി വെച്ചിട്ട് ഡെഡിക്കേഷൻ കാണണേ. ഡെഡിക്കേഷൻ ഇവിടെ ഒരുത്തൻ വീണതല്ലേ? നോക്ക്, നല്ല തെറിയിട്ടിട്ടുണ്ട്. അല്ല മനസ്സേ, എങ്ങനെയുണ്ടായി? How was the experience? പറയാൻ വാക്കുകളില്ല. Really amazing. Amazing എന്ന് പറഞ്ഞാൽ amazing. അവനൊന്നും പറയാനില്ല, നല്ല തെറിയിട്ടിട്ടുണ്ട്. പറഞ്ഞേ കേൾക്കണ പരിപാടി ഇല്ല ഇവിടെ. എന്തേലും പറയണ്ടോ ആ വീണതിനെ പറ്റി? സന്തോഷമാണ്, കൈ കൊട്ടിച്ചിരിക്കുന്നു. ഒറ്റപ്പാലത്തിൽ എല്ലാവരും കൂടി പോകുന്നു. വാ പോരെ, ഒട്ടകങ്ങൾ വരി. അവനെ ആദ്യം കാണിക്കും, നനഞ്ഞിരിക്കുന്ന അടക്കെല്ലാം കാണിക്കും. ഞങ്ങളുടെ ബിഗ് ബോയ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണണ്ട. എന്നാ ആരോ പറ
അല്ല ഇനിയിപ്പൊ ഇവിടെ ഇറങ്ങാൻ നിക്കണ്ട, അവന് മുമ്പില് വീണ് കഴിഞ്ഞാൽ ഓറ പോകൂലേ. ആ പെൺകുട്ടികളെ ഇരിക്കണേന്റെ അടുത്തല്ലേ അവര് കാണുന്നു. അല്ല ആ വീഴ്ച ഇവിടെ വീണിരുന്നെങ്കിൽ രസമായിരുന്നേ, നല്ല ഓറയുണ്ടായിരുന്നു. അതല്ലേ പാണിയേലി പോര്. അതാണ് പാണിയേലി പോര്. പക്ഷെ പോരിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പാണിയേലി പോരിലേക്ക് പോകുന്ന പാലം ജനുവരി പോലെ തുറക്കും, ഡിസംബർ ക്രിസ്മസ് മുതൽ തുറക്കും. അതുവരെ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു 2-3 മാസം ഉണ്ടാവുള്ളൂ. വെള്ളം ഡാം തുറക്കില്ല, മഴ പെയ്യില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രമേ അങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. കാരണം ഡേഞ്ചറസ് സോണാണ് അവിടെ. പാലം പണിതിട്ട് ചിലപ്പോൾ പാലം കൊണ്ട് പോകുന്നു പറഞ്ഞത്, അതാണ് ആ സമയത്ത് തുറക്കുന്നത്. അത് വെള്ളം വരുമ്പോഴത്തേനും ആ പാലം ഒലിച്ചുകൊണ്ട് പോകും. മറ്റേ ഇതിൻ്റെ പാലമല്ലേ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പാലമാണ്. അപ്പോൾ അത് വെള്ളം വന്ന് ഞങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് പോകും. അതാണ് സംഭവം. അതിനുണ്ടോ അതിൻ്റെ വീഴ്ച? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? വീഴ്ചയുടെ എക്സ്പീരിയൻസ് എന്ന് പറ. എന്താ പ്രത്യേകത? എന്തോ കാര്യമുണ്ടല്ലോ, എന്താ നേടാനുള്ളേ? സോപ്പ് ഇടുന്നതിന്റെ പുറകിൽ എന്തോ ഒരു ദുരൂഹമായ രഹസ്യങ്ങളല്ലേ? എന്താ നീ പറ. ഇവർക്കാണ് കിഡ്നി വേണ്ടത്, അതാണ് കുറെ നേരം കിഡ്നി പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് കിഡ്നി പോരെ, എന്റെ കിഡ്നി എടുക്കണം. ഞങ്ങക്ക് ഇനി കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി കെട്ടണം. ജീവിതം കിടക്കുക. കെട്ടി അല്ല ഇനി പറഞ്ഞ പോരെ, നമുക്ക് 2 വേണം. എന്നെ കണ്ടു നോക്കടാ, ഇനി നിങ്ങക്ക് കിട്ടണോ? അല്ല നിന്റെ കേസ് അല്ലാട്ടോ പറഞ്ഞേ. പെട്ടെന്ന് കെട്ടരുത്, തലവേദനയാണ്, പ്രാരാബ്ദം. കണ്ടില്ലേ? കുഴപ്പമില്ല. എന്റെ പൊന്നെ ഇതുവരെ എത്തി. ആ രാത്രി 2 മണിക്ക് 1 മണിക്ക് കയറി വന്നിട്ടുണ്ടേ. ഇപ്പൊ 11 മണിക്ക് വന്നിട്ടാ, കുഴപ്പമൊന്നുമില്ല. ചോദിക്കുമ്പോ ചായ കുടിക്കാൻ പോയതാണ് രാത്രി 2 മണിക്ക്. എന്നെ വിളിക്കട്ടോ, വാപ്പച്ച കിടന്നു നോക്കൂ. ഇല്ലടാ കിടന്നില്ല. വാപ്പച്ച മോളിക്ക് പറഞ്ഞു കേട്ടോന്ന്. എന്നിട്ട് വയ്യ ഒന്ന് വാഴ തന്നു കൊടുക്കാൻ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തൊക്കെയോ കറക്റ്റ് 11 മണിക്ക് എത്തണ്ട്. എന്തായാലും ഗുഡ് ബൈ. എത്ര ദിവസത്തേക്കാന്നുള്ള അറിഞ്ഞൂടാ, നോക്കട്ടെ. അല്ലെങ്കിൽ പുറത്തൊക്കെ പൂട്ടിയിടും. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും, തട്ടിയാലും കിട്ടൂല. എന്തേ തനിയേക്കണേ? വാങ്ങട്. പിന്നെ ഉണങ്ങാൻ വേണ്ടി നിൽക്കണം. വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി നിൽക്കണ. എനിക്ക് പോലും മനസ്സിലായില്ലടാ എന്തിനാ നിക്കണെന്ന്. ഉണങ്ങാൻ വേണ്ടി നിക്കണ വെള്ളത്തിൽ വീണിട്ട്. പഴംപൊരി കഴിക്കാൻ എത്ര ദൂരമുണ്ട്? അവന് പഴംപൊരി വേണം. ഇപ്പൊ ഫുഡ് കഴിച്ച് വന്നോളൂ, ഇപ്പത്തേക്ക് അവന് പഴംപൊരി. ആനത്തൊട്ടി വരെ വന്നേക്കാണ്. കോടനാട് ആനത്തൊട്ടിയുടെ ഉള്ളില് എന്തൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിവിടെ മുമ്പ് വന്നിട്ടുണ്ടാ? അച്ഛക്ക് മാത്രം ഇവിടെ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെന്നാ ഇവ പറയണ, എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് എനിക്ക് വന്ന മാതിരി. എന്റെ ഓർമ്മയിലില്ല. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പയ്യെ എൻട്രൻസിലേക്ക് കയറി. ഇവിടെ മുതിർന്നവർക്ക് 50 രൂപ എൻട്രി ഫീസ്, കുട്ടികൾക്ക് 20 രൂപ എൻട്രി ഫീസ്. ഇവിടെ എന്തൊക്കെയോ മറ്റേ ചെടികളും പൂക്കളും പിന്നെ സംബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളും, പിന്നെ അതിനേക്കാൾ ഉപരി എന്താ ആനയുണ്ട്, ആനത്തൊട്ടിയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം, ഞങ്ങൾ കണ്ടു നോക്കാം. അവർക്ക് എന്തെങ്കിലും ആകർഷണമായിട്ട് തോന്നുകയാണെങ്കിൽ ഹാപ്പി. നമുക്ക് ഈ പൂവിന് തേൻ കിട്ടും. ആ പൂവിന് തേൻ കിട്ടോ? എന്നാ പിന്നെ അത് എടുത്തുകൊണ്ട് പോട്ടാ പോകുമ്പോ. ഓക്കെ. കപ്രിക്കാട് മിനി സൂ. എവിടെ? ആ അപ്പൊ അവിടെ മാനുണ്ട്. മാനി കൊമ്പുള്ള മാൻ. എന്താണ് എഴുതിക്കണ അവിടെ? സാമ്പാർ മാൻ. സാമ്പാർ മാന്. സാമ്പാർ മാനാ? സംഭാറാണ്. സംഭാരോ? സംഭാർ മാൻ. സംഭാർ ഡിയർ. സംഭാർ ഡിയർ. ഫസ്റ്റ് ടൈം വെച്ചു സാമ്പാറിന് അങ്ങനെ തോന്നാൻ കാരണം എന്താ അറിയോ, പാച്ചൊന്ന് സാമ്പാർ എന്ന് പറഞ്ഞു, അപ്പൊ സാമ്പാർ മേനാക്കി. രസത്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നു, അപ്പൊ ഞാൻ സാമ്പാറിന് ചുമ്മാ പറഞ്ഞ അതിലാണ്. പാച്ചിനാണുമ്പളേ തമിഴ്മാര് ജോലിക്ക് പോകുമ്പോ എടുത്തിടൂലേ അതേമാതിരി. അത് അതിലടാ മറ്റേ മീൻകാരും മറ്റേ സാധനം വിൽക്കാൻ കൊണ്ട് നടക്കുമല്ലോ. പണ്ടത്തെ മീൻ വിൽക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്, സ്റ്റൈലാണത്. പാന്റിന് വരെ മുണ്ടിടായിരുന്നു. പാന്റിന്
നേരം മുണ്ടായിരുന്നല്ലേ. ഒരവായി ചെരുപ്പ് ഇതാ ഉണ്ടല്ലേ പക്ഷേ എപ്പോഴാ ഒരു കൊടുക്കല് കൊടുക്കാന്നറിയില്ല രണ്ടുപേർക്കും കാണിച്ചില്ല. മാന നമ്മൾ കാണിച്ചു പക്ഷെ മാനത്തെ കുഴപ്പമെന്ന് വെച്ചാൽ മോൻ അങ്ങേ അറ്റത്താണ്. സൂം ചെയ്ത ഒരു സാധനം എടുത്ത് വെച്ചിട്ട് അത് പയ്യെ ഇട്ട് കൊടുക്കാം. പക്ഷെ അത് സൂം ചെയ്ത പോലെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര വലിയ കൊമ്പ്. അത് കലമാന അങ്ങനെയാണ്, കലമാനാന്ന് തോന്നുന്നത്. സംഭാരം എന്ന് പറഞ്ഞാൽ കലമാനാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അല്ല അവിടെ എഴുതിയിട്ടുണ്ടാവും. ഡീറ്റെയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആർട്ടിയോ ഡാക്ടില അത് ഇതിൻ്റെ സൈസ് 150 സെന്റിമീറ്റർ, വെയിറ്റ് 320 കിലോ. എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ 2 ടൈപ്പ് ഓഫ് മാൻ ഇവിടെ ഉണ്ട്. ഇതുവരെ കണ്ടു ഡിയറിന്. ഇനി എന്തൊക്കെ കാണും എന്നൊക്കെ നോക്കാം. അതിനിടയ്ക്ക് അവർ പകുതി പേര് വിശ്രമിക്കാൻ ഇരിപ്പുണ്ട്. അവരെ നമുക്കൊന്ന് എണീപ്പിക്കണ്ടേ? വിശ്രമിക്കാണോ? വെറുതെ ഇരിക്കാണോ? എന്നാ വെറുതെ ഇരിക്കണേ എന്നിട്ടോ ഒന്ന് ചാടി. വെറുതെ ഇരിക്കാന്നല്ല പറഞ്ഞേ. വിലക്കിരിക്കാണോ? എത്ര കൊടുത്തു? ആരും വാങ്ങത്തൊന്നുമില്ല. അല്ല അല്ല എനിക്ക് എന്റെ വില എത്ര വരെ? 10 കോടി. പൈസ ഞാൻ തരില്ല. പാചകത്താരും ചോദിച്ചില്ല 10 പൈസ. ഇതുങ്ങളൊക്കെ വളർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? അറിയില്ല, നമ്മളെ സമുദ്രം എന്താ വളർത്തില്ല. ഇപ്പഴേ വിലയില്ലാതെ സ്വന്തം പറയാൻ തകിട് കൊടുത്ത് മേടിച്ചതാ. അപ്പൊ തിരിച്ചങ്ങോട്ട് പറ്റിക്കരുതിട്ട് എനിക്ക് ആനനൊക്കെ തൊടണം. വാവയ്ക്ക് വിലയുണ്ട്. വാവയ്ക്ക് ആനരെ കാണിച്ചു തരാം. എനിക്ക് ആനനെ കാണല്ലോ വേണ്ട തൊടണം. തൊടാട്ടാ. ആനേനെ തൊടാം. നമുക്ക് അവിടെ ആനയുടെ ഒരു രൂപ എടുപ്പുണ്ടാവും. തൊടാം. ആനന്റെ രൂപ ശരിക്കും ആനെ തൊടണോ? ആനെ തൊടാട്ടാ നമുക്ക്. നിങ്ങളൊക്കെ ഇനി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്ന് എനിക്ക് സിനിമയ്ക്ക് കയറാം. ഞാനും കൂടെ. നിന്നെ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ളൊരു പടം കാണാൻ വന്നിട്ടാ. എയറിലാണ് ഇപ്പൊ. കേരളത്തിൽ മാത്രമേ എയറിലല്ല, ബാക്കിയുള്ള സ്ഥലത്ത് എയറില്ല. മലയാളികൾക്ക് എല്ലാവരും കൂടി ഭയങ്കര സംഭവം എന്ന് പറയുന്ന സംഭവത്തിന് എങ്ങനെയെങ്കിലും കാലം പിടിച്ച് വലിച്ചു അടിച്ചിട്ടാണ് നോക്കും. തെലുങ്കന്മാരും തമിഴ്മാരും നോക്കി അവിടെ പടം ഭയങ്കര കളക്ഷനാണ്. ഇതൊക്കെ ലോജിക്കാണെങ്കിൽ അവാർഡ് കൂടെ കണ്ടാ പോരെ. ഇങ്ങനെ പുഷ്പമാണോ പോണേ? നല്ല ഫൈറ്റ് സീക്വൻസ്, നല്ല ഡാൻസ് സീക്വൻസ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബേസ് സ്റ്റോറി ഉണ്ട് പോരെ. അപ്പോൾ ഇത് ആനക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനേനെ കാണാം. എടാ നിങ്ങൾ ആർക്കാ പാർവതിനെ ഇഷ്ടപ്പെട്ടെ? പാർവതിനെ നോക്കണ ആർക്കാ? ഇത് പാർവതി. ഓരോരുത്തർക്കും പേര് കേട്ടിട്ടുണ്ടല്ലേ? മെരിങ്ങി വന്നുള്ളൂ തോന്നുന്നത് കേട്ടാ. പക്ഷെ അതൊക്കെ നല്ലതായിട്ടുണ്ട്. അതന്നെ. അല്ല ഇതും കണ്ട ആടി കളിക്കുന്ന കണ്ട. അത് വെള്ളം നനച്ചപ്പോഴേ വെപ്രാളുണ്ട്. 20 വയസ്സുള്ള പിള്ളേർ അതേ സ്വഭാവം. അവിടുന്ന് എന്താ അതിന്റെ ഇത് പേര് വിളിച്ചിട്ടോ. എന്നിട്ട് നീ എവിടെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞപ്പോ അവിടെ ആള് അപ്പൊ ആള് നോക്കി ചിരിക്കും. നീ എവിടെ എന്താ സുനിതയ്ക്ക് 52 വയസ്സ്. സുനിത 52 വയസ്സ് കിളവിയായി. വേണ്ടല്ലേ. അപ്പൊ 5 കെട്ടിച്ചേരാട്ടാ. 19 നീ കെട്ടിക്ക. ആശയുണ്ട്. ഇല്ലത്തെ കുട്ടിയാ. ഇല്ലത്തെ കുട്ടി ആശ. വടക്കത്തെ കുട്ടിയാ. അപ്പൊ അത് നീ ചോദിച്ചിട്ടോ. അപ്പോ ആനടുത്ത് പോയി ചോദിച്ചിട്ടോ. അത് കണ്ടായിരുന്നോ? ഫോട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞെന്ന് കണ്ടായിരുന്നു അല്ല? അച്ചൂർച്ചോടിലേക്ക് കാണാൻ പറ്റും. നേരത്തെ മര്യാദയുടെ കാര്യം പറഞ്ഞപ്പോ പുള്ളി അപ്പുറത്തൊരു ചേട്ടനെ ഇപ്പൊ ഉണ്ടായി. പുള്ളി പറയാ ആ മര്യാദയുടെ സ്റ്റിയറിംഗ് പുള്ളിയുടെ വടി വെച്ച് അടിക്കണതിന്റെ ഗുണാണ് ആ കാണുന്നത്. അല്ല അത് പേടിപ്പിച്ചാൽ മതി, അടിക്കണ്ട. അത് വെച്ചാൽ ഇവര് ഇത് ആദ്യമേ ഇവര് അവിടെ കൊണ്ടിട്ട് ട്രെയിനിങ് കൊടുക്കും. ആ വടി വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കണേ. അപ്പോൾ ആ വടി എന്ന് പറയുന്ന സാധനം ചെവിയിൽ കുത്തി വലിക്കുകയാണ്. അതിനെന്തോ ഒരു പരിപാടിയാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കയ്യിലിരിക്കുമ്പോൾ അതിന് പേടിയാണ്. അപ്പോൾ അത് അടങ്ങി നിന്നോളും. അല്ല ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞമ്മ മക്കൾക്ക് അതും കൂടി ഇല്ല. വടി ഉണ്ട് പേടിയൊക്കെ ഉണ്ട്. ഇല്ലടാ നിങ്ങൾക്ക് പേടിയില്ലടാ? പേടിയുണ്ടോ? നിങ്ങക്ക് പേടിയില്ലടാ? പേടിയില്ലടാ? അച്ഛന് പേടിയില്ല? അപ്പൂസിനോ? പിന്നല്ലാണ്ട്
അപ്പൊ എല്ലാവർക്കും പേടിയുണ്ട് ഉമ്മച്ചി വെറുതെ നോണെന്ന് പറയണ്ട. അപ്പൊ എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അയ്യോ സീൻ. പീലാണ്ടി ചന്ദ്രു എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പീലാണ്ടി ചന്ദ്രു? ഇല്ല. അപ്പൂസ് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ദാ അവന് എല്ലാം ഇഷ്ടമാണ്, പുല്ലും ചക്കയും തേങ്ങയും മാങ്ങയും എല്ലാം. പക്ഷെ അവൻ മെരുങ്ങില്ല. ദാ കാണ് പീലാണ്ടി ചന്ദ്രു. 46 വയസ്സുള്ള മെരുങ്ങാത്ത, ഇതുവരെ മെരുങ്ങിയിട്ടില്ല, മെരുങ്ങും എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഇനം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മെരുങ്ങാത്തേനും വല്ലതുണ്ടോ? അത് വേണ്ട, അത് നീറ്റാ. അത് അവളുടെ റൂം അവള് നീറ്റാക്കി വയ്ക്കും. അവള് ഒന്നും ഒരു കുഴപ്പമില്ല. അവളുടെ മേത്തോട്ട് കയറിയ വിവരറിയും. അതെവിടെ വരണുണ്ടെന്ന് പറയാം. നീ അങ്ങനെയാണോടാ? നീ മെരുങ്ങാത്ത? ഇവന് പാച്ചക്കാരൻ ഇപ്പം മെരുങ്ങി വന്നുള്ളൂ. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അതിന്റെ പുറകിൽ അതും വലിയ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തില് ഫാമിലി വീട്ടില് മെരുങ്ങാത്തേനം ആകെ ഒരെണ്ണുള്ളൂ. പയ്യെ പയ്യെ ശരിയായിക്കോളും. അപ്പൊക്കെ പോവാ, കുഴപ്പമില്ല. അല്ലേ വാവ എല്ലാം പറഞ്ഞ കേൾക്കൂലേ? അല്ലേ? ആ ആനെന്താ മെരുങ്ങാത്തെ? ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി കാട്ടിലിറങ്ങി നടക്കാനായിട്ടല്ലേ? പക്ഷെ കാട്ടിലിറങ്ങുമ്പോൾ അത് മറ്റുള്ളതിനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടിയിട്ടാണ്. അപ്പോൾ കാട്ടിലേക്ക് വിടണോ ഇവിടെ നിർത്തണോ? കാട്ടിലേക്ക് വിടണം അല്ലേ? അതാണോ അവരുടെ അഭിപ്രായം? എന്തായാലും ആനകൾ അങ്ങനെയാണെങ്കിൽ അത് എല്ലാരും ആൾക്കാരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടല്ലേ ഇവിടെ ഒന്ന് കെട്ടിയിട്ടേക്കണേ? അതുകൊണ്ടായിരിക്കും ആന എല്ലാവരും ആനനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടായിരിക്കും. ആ ചിലപ്പോൾ അതായിരിക്കും. അല്ലാണ്ട് ആനകൾ ചെയ്യത്തില്ല. അല്ലാണ്ട് ആനകൾ ഉപദ്രവിക്കില്ല അല്ലേ? പീലാണ്ടി ചന്ദ്രൻ്റെ ഡീറ്റെയിൽ ഒന്ന് വായിക്കാം. പീലാണ്ടി ചന്ദ്രുവിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്താലോ? എന്താ ഉഷാറ് കുറവുണ്ടോ? അത് വീട്ടിൽ പോകണല്ലോ. തിരിച്ച് വീട്ടിൽ പോകണേ. വീട്ടിൽ പോണെന്ന് വെച്ചപ്പോ വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തേക്ക് എവിടെയും പോകാം. അടുത്ത് എവിടെയാന്നുള്ളത് പോകുന്ന വഴിക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഓക്കെ. അനിയത്തിനോട് സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകണണ്ടാ? കുറച്ച് ചെന്നിട്ട് വേണം വിൽക്കാൻ. നേരെ പോയി വിൽക്കാം. വില പേശാ നമുക്ക്. കിഡ്നി 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 അല്ലെങ്കിൽ നോക്കില്ലേ വളർത്താം. ഇപ്പൊ പിന്നെ എന്താ ചെയ്യണം? ഇവളെ ഒന്നാമത് നമുക്ക് ഊട്ടി പോണ വഴിക്ക് നമ്മള് എടുത്തതാ അല്ല? അവിടെ നിന്ന് കിട്ടിയതാ നമുക്ക്. ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കി. എടി നിന്നെ തകിട് കൊടുത്ത് മേടിച്ചതാ. അന്ന് വാപ്പിച്ചിതാ എന്നെ പ്രസവിച്ചപ്പോ എല്ലാ ഡോക്ടേഴ്സ്ക്കും എല്ലാവർക്കും ലഡ്ഡു അത് ഇതൊക്കെ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ജനിച്ച അന്ന് എല്ലാവർക്കും ലഡ്ഡു കൊടുത്തത് ബാവയ്ക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടാ. നിനക്ക് ഓർമ്മയുണ്ടോ ബാവ ജനിച്ച അന്ന് തന്നെ ഡോക്ടർമാർക്ക് ലഡ്ഡു കൊടുത്തത്? നിനക്ക് ഓർമ്മയുണ്ടോ? അതെ, നീ ജനിച്ചന്ന് ലഡ്ഡു കൊടുത്തൊക്കെ വല്ല ഓർമ്മയുണ്ടല്ലേ? സ്കൂളിലെ മിഠായും അത് ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോയിരുന്നു. ഹോസ്പിറ്റലില് ലഡ്ഡും ജിലേബിയൊക്കെ കൊടുത്തില്ലേ? ഇല്ലാത്തൊരു കുറവ് പറയോ? ഒക്കെ എല്ലാം ഉണ്ട്. അല്ല അതന്നെ, ഇവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വീട് വെച്ച് മാറും. ഞാൻ മാറും ആദ്യം തന്നെ. ഞാൻ പറയില്ല എവിടെ വീട് വെക്കാൻ പോണെന്ന്. എടി നിനക്ക് കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണം കെട്ടിയും കൊണ്ടുവരും. നമ്മള് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ തൊടുപുഴയിൽ ചെറിയ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മല കയറാൻ പോവാണ്. ഒരു ഹാപ്പി മൊമെൻ്റ് ഉണ്ട്. ആ ഹാപ്പി മൊമെൻറ്റിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തീർന്നു. അപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു സംഭവമുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ഇത് വെക്കുന്ന സ്ഥലമാണ്. അതായത് ബോട്ടിൽ വെക്കുന്ന സ്ഥലമാണ്. ആ ബോട്ടിലിന് വെച്ചാൽ ഒരു ബോട്ടിലിന് 10 രൂപ. പക്ഷെ അവിടെ മിനിമം 12 എണ്ണത്തിൻ്റെ ഒരു കേസാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ 2 കേസ് എടുത്ത് വണ്ടിയിലിടും. 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ ഈ വഴി കൂടെ യാത്രകൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. മാസത്തിലെങ്ങനെ പോയാലും ഒരു 4 കേസ് എടുത്ത് കയ്യിൽ വെച്ചേക്കും, ഡിക്കിൽ എടുത്തിട്ടേക്കും. വെള്ളം സാധാരണ മിനറൽ വാട്ടർ പോലെയല്ല,
ഭയങ്കര സ്മൂത്താണ്, കുറച്ച് കട്ടി കുറഞ്ഞ് ഭയങ്കര രസമുള്ളൊരു, അത് പ്രാവശ്യം കുടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ വെള്ളം വാങ്ങിക്കാൻ നിർത്തിയേക്കാണ് വണ്ടി. അപ്പോൾ നമുക്ക് വെള്ളം വാങ്ങിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. സംഭവം രസമാണ്. കാരണം വെച്ചാൽ ഇതേ രണ്ട് കേസൊക്കെ വാങ്ങിച്ചു വെച്ചാൽ യാത്രയുടെ ഇടയ്ക്ക് വേറെ അന്വേഷിച്ച് നടക്കണ്ട, നല്ല വെള്ളം കിട്ടും. അവിടെ ഒരു കുഴപ്പമുണ്ട്, ഗൂഗിൾ പേ ഒന്നും എടുക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കണം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ക്യാഷായിട്ട് കയ്യിലുണ്ടാവൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ യാത്രയിടയ്ക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ നമ്മൾ ചില്ലറ എടുത്ത് വയ്ക്കും. അപ്പോൾ കറങ്ങി ഞങ്ങൾ വഴി തെറ്റി മലങ്കര ഡാമിലെത്തി. മലങ്കര ഡാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്, രസമുള്ളൊരു സ്ഥലം. അത് ഒരു പഴംപൊരി കഴിക്കാൻ പോകുന്നതാണ്. അവിടെ ചിലപ്പോൾ കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ കാണിക്കും. യെസ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ വഴി തെറ്റി നോക്കി കഴിയുമ്പോൾ ഒരു വലിയ ബോർഡ് മലങ്കര ഡാം. എന്താ പിന്നെ മലങ്കര ഡാമിൽ കയറി ഡാം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്താ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ഡാമിലേക്ക്. എന്താ 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 അപ്പോൾ നമ്മളൊരു സന്തോഷ വാർത്ത പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കുറച്ച് നിമിഷത്തിനുള്ളിൽ ഇല്ല, അതിപ്പോൾ തന്നെ അങ്ങ് പറയാൻ പോകണം. അതായത് മലങ്കര ഡാമിൽ നിന്ന് സന്തോഷ വാർത്ത പറയാൻ പോകണം. അത് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ വെച്ച് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ PBS ഫാമിലിയിൽ 10,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കൊച്ചു സന്തോഷങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നിങ്ങൾക്കും. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പഴംപൊരി കഴിക്കാൻ പോകണമെന്ന്. പക്ഷെ പഴംപൊരി കഴിക്കാനുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കടയാണ്, രസമുള്ള പഴംപൊരിയാണ്. ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പിനകത്ത് നമ്മൾ ഇന്ന് പഴംപൊരി കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം, അതൊരു വല്ലാത്ത സുഖമാണ്. എല്ലാവരും ഒരു മൂഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് യാത്രയുടെ ഇടയ്ക്ക് എല്ലാവരും കിടന്ന് നല്ല ഉറക്കാണ്ട് ഉറങ്ങി. പിന്നെ എല്ലാവരും മോവൊക്കെ കഴിപ്പിച്ച് ഈ കോഴി വെള്ളത്തിൽ വീണ് എഴുന്നേറ്റ് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് എല്ലാവരും ഇരിക്കണേ. എന്തായിരുന്നു ഉറക്കം മാറിയടാ? മാറി. അപ്പോൾ പോയാലോ നമുക്ക് പഴംപൊരി, ഒരു പഴംപൊരി കഴിക്കാൻ 2 എപ്പിസോഡ്. ഓക്കെ, നമുക്ക് കടയിലേക്ക് ഒന്ന് നോക്കാം. പഴംപൊരി സ്വാഭാവികം. പഴംപൊരി കഴിക്കാൻ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് കിട്ടിയില്ല. ഇനി എല്ലാരും കുറച്ചു നേരം വീശ്. ഞങ്ങള് പിന്നീട് ഒരു ദിവസം നമുക്ക് വരാം, ഒന്നുകൂടി വരാം. അടിപൊളിയുണ്ട്. ഇത് ആണോ? ഇത് ഇവിടെ ഉണ്ടാക്കണമെന്നാണല്ലോ. പഴംപൊരി ഇതുപോലെ തന്നെ ഭയങ്കര വലിയ പഴംപൊരിയാണ്. ഭയങ്കര വലിയ പഴംപൊരിയാണ്. അത്ര വലിയ പഴം എവിടെ കിട്ടണമെന്ന് അറിഞ്ഞതാണ്. എന്തായാലും നമുക്ക് പഴംപൊരി ആയിരിക്കും ഒരു വരവോട് വരേണ്ടി വരും. അപ്പോൾ തൽക്കാലം പപ്പടോടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ ചമ്മിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള പഴംപൊരി കഴിക്കാന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ല പപ്പടോടെ കിട്ടി. വലിയ പഴംപൊരിയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു സംഭവം. നമ്മള് പിന്നീട് ഈ വഴിക്ക് നമ്മൾ പോകും. അപ്പം നമ്മൾ അടുത്ത ഒരു വേറെ ട്രിപ്പ് കൂടി നമ്മൾ അടിക്കുന്നുണ്ട്. അത് നമ്മളെ കട്ടപ്പന വഴി കുമ്മളിക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പഴംപൊരി കഴിച്ചിട്ട് ആ വഴിക്ക് കൂടെ യാത്ര ചെയ്യും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയ പരിപാടി കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് നമ്മളിങ്ങനെ കറങ്ങി അത് പറയും, ഒരു സർപ്രൈസ് പരിപാടിയാണ്. ഒരു സാധനം കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നോക്കും, കിട്ടുമെന്ന് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ ഞങ്ങൾ പൊളിക്കും. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്ന സാധനം. ഇങ്ങനെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സാധനം. നമ്മൾ 2ാമത്തെ പ്രാവശ്യം എത്തിക്കണം അല്ലേ? തൊടുപുഴ ടൗണിലാണത്. തൊടുപുഴയിൽ നമ്മൾ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വന്നത്. നമ്മൾ കറങ്ങി വരുമ്പോൾ ഒരു സർപ്രൈസ് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ലഡു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ ലഡു വാങ്ങിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് ആരോടും പറഞ്ഞിട്ടില്ല, അത് വാവേനെ അറിയിച്ചിട്ടില്ല. വാവയുടെ ബർത്ത്ഡേയാണ്. അപ്പം നമ്മൾ ഇല്ലടി വെച്ച് നമ്മൾ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ നടത്തും. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയിൽ കാണാം.
കഴിഞ്ഞിലും പോകും പായും മിൻസാരമേ ഉല്ലാസമേടെ മേലെ ഓരംഗ നാടകം ഇമ്പങ്ങൾ പാട് சொல்லும் என் தாயகம் இங்கங்கு ஊஞ்சலாக நான் போகிறேன் அங்கங்கு ஆசை தீர நான் வேகிறேன் ஒன்றாக போகணும் என் காதல் வாகனம் செந்தாமரை செந்தேமரை என்ன தேவி Happy happy birthday Mami Happy happy birthday Mami Happy happy birthday Mami Happy happy birthday Mami Happy birthday Pisa Fatma ഹാപ്പി ബർത്ത്ഡേ Pisa Fatmയുടെ birthday ഉണ്ടോ ഫിസ ഫാത്തിമയുടെ 9ാമത്തെ പിറന്നാൾ ആഘോഷം നമ്മൾ ഗംഭീരമായി തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ ഒരു സർപ്രൈസിന് വേണ്ടിയാണ് ഫൈനൽ വരെ വെയിറ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു സർപ്രൈസ് കൂടി കഴിഞ്ഞു. ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ കൊടുത്തടാ. അവൾ അത്യാവശ്യം ചെറിയൊരു വരയ്ക്കും. അപ്പൊ അതിനുള്ള ഒരു സംഭവമൊക്കെയാണ്. ഹാപ്പി ബർത്ത്ഡേ ഭാവേനാ പറഞ്ഞത്. ഉറക്കത്തിൽ പറയണം. ശരി, ഞങ്ങള് കേൾക്കാം. ഞങ്ങൾ പോകുന്നു. അവള് കുറച്ച് ദിവസമായി ഡ്രോയിങ് വാടകയ്ക്ക് എടുത്ത് തിരിച്ചു കൊടുക്കട്ടെ. അപ്പൊ അത്യാവശ്യം വരയ്ക്കും. അപ്പൊ അതിനൊരു സംഭവം. അപ്പൊ നമ്മള് ഈ എപ്പിസോഡ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ തൽക്കാലം വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ബൈ.